വളരെ പ്രധാനപ്പെട്ട ഒരു അതിഥി വന്നു കഴിഞ്ഞെന്നാൽ അയാൾ ഉപയോഗിച്ചിരുന്ന കാര്യങ്ങൾ അബദ്ധത്തിൽ പോലും മറ്റാരും ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി അയാൾ ഉപയോഗിച്ച പിഞ്ഞാണങ്ങൾ ഉടച്ചു കളയുന്ന രീതി വരെ ഉണ്ടായിരുന്ന പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു സ്ത്രീ ഈ പറഞ്ഞ ആ പരിമള തൈലത്തിൻ്റെ ഭരണി ഉടച്ച് അഭിഷേകം ചെയ്യുമ്പോൾ അവളെ തന്നെ ഉടച്ചങ്ങോട്ട് കൊടുക്കുന്നതിൻ്റെ ഭാഗമാണ്. അവൾക്ക് വേണ്ടി ഒന്നും അവൾ സൂക്ഷിക്കത്തില്ല. എത്രയോ വർഷങ്ങൾക്ക് ശേഷം ആ ഒരു സന്ധ്യ ഓർമ്മിച്ചെടുക്കുമ്പോൾ അത് എഴുതി വെച്ച മനുഷ്യൻ ഒരു വരി കൂട്ടച്ചേർക്കുന്നുണ്ട്, ഇങ്ങനെ ഭവനം അപ്പോൾ പരിമളം കൊണ്ട് നിറഞ്ഞു. സ്വന്തം അകത്തെ ഉടക്കാനായിട്ട് തയ്യാറായ മനുഷ്യർ എന്തൊരു സുഗന്ധമുള്ള മനുഷ്യ. സുഗന്ധവും സൗന്ദര്യവും കവിതയും സ്നേഹവും അനന്തതയും ഒക്കെ നമ്മളെ കാത്തു നിൽക്കുമ്പോൾ നമ്മളെന്തിനാണ് ഈ കുറിയ മനുഷ്യരായിട്ട് ഇങ്ങനെ കുരുങ്ങി സ്വയം തീർത്ത തടവറയിൽ ഇങ്ങനെ മുമ്പോട്ട് പോകുന്നത്? സ്വയം ഉടയുക, പുറത്തു വരിക, ആ മുഴുവൻ ലോകത്തിൻ്റെയും ശാന്തിയും സമാധാനവും അറിയുക.